ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെ പോലെ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബർഗർ ഉണ്ടാക്കാനാണ്. ഒരു ബർഗറിന് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ള ഇസ്ലാമിക്കിൻ്റെ ബർഗർ മീറ്റാണ് ചിക്കൻ്റെത് വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ലൈസ് ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കാം. ഞാൻ 2 ഐറ്റം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഏത് ചീസ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ ലെയ്ത്തൂസ് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മയോനീസ്, കെച്ചപ്പ്. അപ്പോൾ ഇത് കണ്ടോക്കി. പിന്നെ ഞാൻ മോഡേൺ ബ്രെഡ്, ബർഗർ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, കണ്ടോക്കി കാണി. അപ്പോൾ നമുക്ക് ആദ്യം ഈ കസ്സൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് മതി. നമുക്കിതൊന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ നിങ്ങൾക്ക് തക്കാളിയോ ഏതൊക്കെ വെജിറ്റബിൾ വേണമെന്ന് വെച്ചാൽ നിങ്ങളെ ചോയ്സാണ്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തക്കാളി എന്ന് വെച്ചാൽ അവിടുത്തെ മക്കൾ കഴിക്കൂല. ഞാൻ അരിഞ്ഞൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, നോക്കിക്കേ. ഞാൻ ഒരു വൈറ്റ് ഒനിയനും സ്ലൈസ് ചെയ്ത് വെച്ച് ലെയ്ത്തൂസും അരിഞ്ഞു വെച്ച് ബാക്കിയെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബർഗർ ഒന്ന് ഫ്രൈ ആക്കി എടുത്തും കൊണ്ട് വരാം. എങ്കിൽ അതിലേക്ക് പോവാം. ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് ഒരല്പം എണ്ണയും പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. കണ്ടോ, ഒരല്പം ബട്ടറും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട്ടിൽ കിടക്കുകയാണ്. ഇത് ചിക്കനാണ്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ, കരിച്ച് കളയരുത്. ചെറിയ തീയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളെ ബർഗർ കൂടെ റെഡിയായി. നമുക്ക് ഇതിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേ കളറാക്കി എടുക്കണം. കണ്ടല്ലോ, ബർഗർ നമ്മൾ ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് വന്നു. നമുക്ക് തുടങ്ങാം. ബർഗർ മിക്സാക്കാം. ഇനി കൂടെ ഇരിക്കട്ട്. ഇതാ, അഞ്ച് ബർഗറിൻ്റെ ഡൗണ് ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് മയോനീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മയോനീസ് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മയോനീസ് ആയാലും കെച്ചപ്പായാലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇനി അടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കെച്ചപ്പും കൂടെ നമുക്കൊന്ന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ലെയ്ത്തൂസ് ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചല്ലോ, അത് ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, കുറച്ച് ലെയ്ത്തൂസ് കുറേശ്ശെ ഇതിനകത്തോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ലെയ്ത്തൂസ് വെച്ച് കൊടുത്തു. കണ്ട, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിനി
ഒരേ കഷ്ണം സവാള ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സവാള ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം. ഇല്ലാത്തവർക്ക് ചെറിയ പീസാക്കി വെച്ച് കൊടുക്കാം. കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ വെച്ച് കൊടുക്കുക, ഇല്ലാത്തവർക്ക് അതനുസരിച്ച് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ നിങ്ങൾ. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പീസ് ചീസ് വെച്ച് കൊടുക്കും. ചീസ് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ. ചീസ് വെച്ച് കൊടുത്ത് ഇനി അടുത്തത് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതാ കണ്ടല്ലോ. കണ്ടോ. അടുത്തത് നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വെച്ച് കൊടുക്കണ്ട. വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കെച്ചപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ. വീണ്ടും നമുക്ക് കുറച്ച് ലൈറ്റൂസ് വെച്ച് കൊടുക്കാം. ഞാൻ 2 ലെയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 ലെയറല്ല, 2 ലെയറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ. വീണ്ടും വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, എല്ലാത്തിലും വെച്ച് കൊടുത്ത് ഇനി അടുത്ത നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഓരോന്ന് ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. അടുത്ത നമുക്ക് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാൻ കൂടുതൽ ചീസ് വെക്കുന്നില്ല, എനിക്ക് അതിൻ്റെ അത്ര ആവശ്യമുള്ള ചീസേ വേണ്ടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ബർഗർ. കണ്ടോ.